ഇടുക്കി ജില്ലയിൽ നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ അതിവേഗം നടപടികൾ സ്വീകരിച്ച് ജില്ലാ ഭരണകൂടം. ജില്ലയിൽ ലഭിച്ച 42,234 നിവേദനങ്ങൾ ജില്ലയിലെ 55-ലധികം വരുന്ന ജില്ലാ ഓഫീസുകളിലേക്കായി വീതിച്ചു നൽകി കഴിഞ്ഞു. 100 കണക്കിന് നിവേദനങ്ങളിലാണ് ഇതിനോടകം തന്നെ തീരുമാനമായത്. 3 ദിവസം 5 മണ്ഡലങ്ങൾ, അതിൽ ചെറുതോണിയിൽ പ്രഭാതയോഗവും തേക്കടിയിൽ മന്ത്രിസഭാ യോഗവും. ഇടുക്കി ജില്ലയുടെ ചരിത്രത്താളുകളിൽ ഇടം നേടിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും പങ്കെടുത്ത ഇടുക്കി ജില്ലയിലെ നവകേരള സദസ്സ്. സംസ്ഥാന സർക്കാരിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ പൊതുജനസമക്ഷം അക്കമിട്ടു പറഞ്ഞ് സംസ്ഥാന മന്ത്രിസഭ ഡിസംബർ 10, 11, 12 തീയതികളിലായി ഇടുക്കി ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിൽ നടന്ന നവകേരള സദസ്സിലേക്ക് ജനസാഗരമാണ് ഒഴുകിയെത്തിയത്. 42,234 നിവേദനങ്ങളാണ് ജില്ലയിൽ ആകെ ലഭിച്ചത്. തൊടുപുഴ 9,434, ഇടുക്കി 8,203, ദേവികുളം 9,774, ഉടുമ്പൻചോല 6,088, പീരുമേട് 8,735 എന്നിങ്ങനെയാണ് മണ്ഡലങ്ങൾ തിരിച്ചുള്ള കണക്കുകൾ. മണ്ഡലാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ച ജില്ലയാണ് ഇടുക്കി. ജില്ലയിലെ പട്ടയ പ്രശ്നങ്ങൾ അടക്കമുള്ള കർഷകരുടെ പ്രശ്നങ്ങളാണ് പരാതിയുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായത്. രാപകലില്ലാത്ത പ്രവർത്തനങ്ങളിലൂടെയാണ് ലഭിച്ച പരാതികളുടെ വേർതിരിക്കൽ ജില്ലാ ഭരണകൂടം നടത്തിയത്. പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട റവന്യൂ വകുപ്പിനാണ് ഏറ്റവും കൂടുതൽ പരാതികൾ, 14,860, തദ്ദേശ സ്വയംഭരണം 10,669, സഹകരണം 2,131, ആഭ്യന്തരം 224, കൃഷി 159, മൃഗസംരക്ഷണം 31, വനം 257, വിദ്യാഭ്യാസം 252, ആരോഗ്യം 446, തൊഴിൽ 497, പൊതുമരാമത്ത് 461. ഇങ്ങനെ ജില്ലയിലെ 50-ലധികം ജില്ലാ ഓഫീസിലേക്ക് ജില്ലയിൽ ലഭിച്ച 42,234 പരാതികൾ വേർതിരിച്ച് നൽകിക്കഴിഞ്ഞു. വിവിധ വകുപ്പുകളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനവും പരാതികളുടെ എണ്ണക്കൂടുതലും മൂലം പലപ്പോഴും സൈറ്റുകൾ ഹാങ് ആയത് തടസ്സങ്ങൾ സൃഷ്ടിച്ചിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ലഭിച്ച മുഴുവൻ പരാതികളിലും ഉചിതമായ നടപടികൾ സ്വീകരിക്കുവാനുള്ള പ്രവർത്തനത്തിലാണ് ജില്ലാ ഭരണകൂടം. നവകേരള സദസ്സിൽ ലഭിച്ച നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇടുക്കി ജില്ലയിലെ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് 2,000 രൂപ ഉത്സവ ഭത്ത അനുവദിച്ചതുൾപ്പെടെ 100 കണക്കിന് നിവേദനങ്ങളിൽ ഇതിനോടകം തന്നെ പരിഹാരമായി കഴിഞ്ഞു. ഇടുക്കിയിൽ നിന്നും ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസിൽ സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്.